യൂറോപ്യൻ ടെക്നോളജിയിൽ ഇന്ത്യൻ റോഡുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം അവതരിപ്പിച്ചിരിക്കുകയാണ് സ്കോഡ കൈലാക്കിലൂടെ സ്കോഡ ഓട്ടോ ഇന്ത്യ. ഇത് അവരുടെ MQB AOIN പ്ലാറ്റ്ഫോമിലെ മൂന്നാമത്തെ വാഹനമാണെന്ന് നമുക്കെല്ലാം അറിയാം. ഇന്ന് വൈകിട്ട്, അതായത് ഡിസംബർ 2 വൈകിട്ട് 4 മണിക്കാണ് ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങുന്നത്. അപ്പോൾ ഈ കൈലാക് റേഞ്ചിന് മൊത്തത്തിൽ ശരിക്കും 4 വേരിയൻറ്റുകളിലാണ് വാഹനം ഇപ്പോൾ ലഭ്യമാകുന്നത്. 7 കളറുകളിലാണ് വാഹനം ലഭിക്കുന്നത്. പ്രാരംഭ വില 7,89,000 രൂപ ഓൾറെഡി നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള പ്രസ്റ്റീജ് ഓട്ടോമാറ്റിക്കിൻ്റെ വിലയും അവരിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 14,40,000 രൂപയാണ് അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. അപ്പം ഇതിലേറ്റവും കൗതുകകരമായിട്ടും ഏറ്റവും ആകർഷണീയതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും ഇതുവരെ 1,60,000 പേരാണ് സ്കോഡ കൈലാക്കിലേക്ക് വാഹനം വാങ്ങിക്കാൻ താല്പര്യം കാണിച്ചിരിക്കുന്നത്. അത് സ്കോഡ കൈലാക് ക്ലബിലൂടെയും അതുപോലെ തന്നെ സ്കോഡ കൈലാക് ഹാൻഡ് റേസർ അതുപോലെ തന്നെ ഡീലർഷിപ്പ് വഴിയൊക്കെയാണ് ഇത്തരം എൻക്വയറി ലഭിച്ചിരിക്കുന്നത്. അതായത് 1,60,000 പേരിൽ നിങ്ങൾ ആദ്യത്തെ 33,333 പേരിൽ ഒരാളാവുകയാണെങ്കിൽ, അതായത് ഈ ഒരു കൗണ്ടിനകത്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചാൽ അവരൊരു വലിയ ഓഫർ അതായത് നൽകിയിരിക്കുകയാണ്. അതായത് നിങ്ങൾക്കൊരു സ്പെഷ്യൽ മെയിൻ്റനൻസ് ഓഫറാണിത്. കിലോമീറ്ററിന് വെറും 24 പൈസ മാത്രം വരുന്ന ഒരു കോംപ്ലിമെൻ്ററി മെയിൻ്റനൻസ് പാക്കേജ് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ശരിക്കും നമ്മളെപ്പോഴും പറയും യൂറോപ്യൻ വാഹനങ്ങൾ അല്ലെങ്കിൽ സ്കോഡയാണെങ്കിലും ഫോക്സ് വാഗൻ ആണെങ്കിലും ഇവരുടെ മെയിൻ്റനൻസ് കോസ്റ്റ് താങ്ങാൻ പറ്റില്ല എന്ന്. അപ്പം ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള MQB AOIN പ്ലാറ്റ്ഫോമിൽ എത്തുന്ന ഒരു വാഹനം ഇവിടെ അവതരിപ്പിച്ചു. എല്ലാവരും വലിയ സ്വീകാര്യതയോടെ കൗതുകത്തോടെ ആകാംക്ഷയോടെ നോക്കിയിരുന്ന ഒരു വാഹനമാണ്. ജാനുവരി 27 ഇന്ത്യൻ റോഡുകളിലേക്ക് അത് എത്താനും പോവുകയാണ്. അപ്പോഴാണ് അതിൻ്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ഇത്രയും ലോവസ്റ്റ് ആയിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതും ലിമിറ്റഡ് ടൈം ഓഫറാണ്. ഇതൊരു വാല്യൂ പ്രൈസിംഗ് ആണെന്ന് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ കൈലാക് റേഞ്ചിലുള്ള അവരുടെ ഈ 4 വേരിയൻറ്റുകളിലാണ് വാഹനം എത്തുന്നത്. 4 വേരിയൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ക്ലാസിക്, സിഗ്നേച്ചർ പ്ലസ് പ്രസ്റ്റീജിലാണ് എല്ലാവിധ ആഡംബരങ്ങളും വലിയ ടച്ച് സ്ക്രീനും ഇതും എല്ലാം തന്നെ വരുന്നത്. അപ്പം സ്റ്റാൻഡേർഡായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സൊക്കെ എല്ലായിടത്തേക്കും 4 വേരിയൻറ്റുകളിലും വരുന്നുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങളിൽ ഏത് നിങ്ങൾ ബുക്ക് ചെയ്താലും നിങ്ങൾ ആദ്യത്തെ 33,333 കസ്റ്റമറിൽ ഒരാളായാൽ ആദ്യത്തെ 3 വർഷം നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വെറും 24 പൈസ മാത്രമേ ഉള്ളൂ. അപ്പം ഒരിക്കലും നമ്മൾ പേടിച്ച് നിൽക്കേണ്ട. ഇപ്പോൾ ഫോക്സ് വാഗൻ, സ്കോഡ അല്ലെങ്കിൽ വിദേശ നിർമ്മിത കാറുകൾക്കൊന്നും നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കൂടുതലാണ്, അതൊരു സത്യവുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പേടി ഇനിയും വേണ്ട. ഏറ്റവും വലിയ ഒരു വാല്യൂ പ്രൈസിംഗ് ആണ് അവരിപ്പോൾ നൽകിയിരിക്കുന്നത്. അതൊരു ലിമിറ്റഡ് ടൈം ഓഫറാണ്. ആദ്യത്തെ 33,000 പേര്, ഞാൻ നേരത്തെ സ്കോഡ കൈലാക് ക്ലബിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ക്ലബ് മെമ്പർഷിപ്പ് എടുത്തവർക്കൊക്കെ പ്രത്യേക പരിഗണനയുണ്ട്. ഇന്ന് ഓൺലൈൻ ബുക്കിംഗ് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് പ്രത്യേക പരിഗണനയൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്തായാലും 1 ലിറ്റർ TSI എഞ്ചിനിൽ ഓട്ടോമാറ്റിക് പതിപ്പിലും മാനുവൽ ട്രാൻസ്മിഷനിലും ഒക്കെ എത്തുന്ന 4 വേരിയൻറ്റുകളിൽ 7 മനോഹരമായ നിറങ്ങളിൽ എത്തുന്ന സ്കോഡ കൈലാക് ഈ ഒരു സമയത്ത് നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യത്തെ 33,333 കസ്റ്റമറിൽ ഒരാളാകാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഒരു 3 വർഷത്തേക്കുള്ള ഒരു മെയിൻ്റനൻസ് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്ററിന് വെറും 24 പൈസ മാത്രമേ ആകുകയുള്ളൂ. MQB AOIN പ്ലാറ്റ്ഫോമിൽ ഇന്ത്യയിലെത്തുന്ന മൂന്നാമത്തെ വാഹനമായ സ്കോഡ കൈലാക് പൂനെയിലെ ചക്കാനിൽ നിർമ്മിച്ച് ലോകരാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ്. ഈ SUV 8 ലക്ഷം കിലോമീറ്റർ പരീക്ഷണ ഓട്ടം കഴിഞ്ഞതാണ്. ഇതിൽ ശരിക്കും 4 വേരിയൻറ്റുകളാണ്. 4 വേരിയൻറ്റുകളുടെയും വില സ്കോഡ ഓട്ടോ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ലാസിക്കിൻ്റെ വില ഞാൻ ആദ്യമേ പറഞ്ഞു, 7,89,000 രൂപയാണ്. അതിൽ മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമേ ആ ഒരു വേരിയൻറ്റിൽ വാഹനം എത്തുന്നുള്ളൂ. തൊട്ട് മുകളിലായി നിൽക്കുന്നത് സിഗ്നേച്ചറാണ്. ഇത് മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും വാഹനം എത്തുന്നുണ്ട്. 9,59,000 രൂപയാണ് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനത്തിന്. സിഗ്നേച്ചർ വേരിയൻറ്റിലെ ഓട്ടോമാറ്റിക് പതിപ്പിൽ വാഹനം ലഭിക്കണമെങ്കിൽ 10,59,000 രൂപ നൽകണം. സിഗ്നേച്ചർ പ്ലസ്സിൽ മാനുവൽ ട്രാൻസ്മിഷൻ്റെ വില 11,40,000 രൂപയാണ്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് പതിപ്പിൻ്റെ വില 12,40,000 രൂപയാണ്. ഏറ്റവും ഉയർന്ന ടോപ്പ് ഓഫ് ദ ലൈൻ വേരിയൻ്റ് ആണ് അല്ലെങ്കിൽ ട്രിം ആണ് പ്രസ്റ്റീജ്. ഇപ്പോൾ സ്കോഡ കൈലാക്കിൻ്റെ പ്രസ്റ്റീജ് വേരിയൻറ്റിന് 13,30,500 രൂപ അതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനുള്ള വാഹനത്തിന് കൊടുക്കണം. 14,40,000 രൂപയാണ് അതിൻ്റെ ഏറ്റവും ഉയർന്ന പതിപ്പായ പ്രസ്റ്റീജിൻ്റെ ഓട്ടോമാറ്റിക് പതിപ്പിന് കൊടുക്കേണ്ടത്. ഓട്ടോമാറ്റിക് പതിപ്പിൽ കൂടുതലായിട്ട് അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 7 മനോഹരമായിട്ടുള്ള കളറുകൾ, അതെന്ന് പറഞ്ഞാൽ ടൊർണാഡോ റെഡ്, ബ്രില്യൻ സിൽവർ, ക്യാൻഡി വൈറ്റ്, കാർബൺ സ്റ്റീൽ, ലാവ ബ്ലൂ, ഡീപ്പ് ബ്ലാക്ക്, അതുപോലെ തന്നെ അവരുടെ എക്സ്ക്ലൂസീവ് കളർ അതായത് കമ്മ്യൂണിക്കേഷൻ കളർ,
ഒലീവ് ഗോൾഡ്. ബേസ് വേരിയൻ്റായ ക്ലാസിക്കൽ പോലും എല്ലാവിധ സേഫ്റ്റി ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട്. 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡാണ്. ആക്റ്റീവ് ആൻഡ് പാസീവ് സേഫ്റ്റി ഫീച്ചേഴ്സ് ബേസ് വേരിയൻറ്റിൽ പോലും 25 എണ്ണമുണ്ട്. അപ്പം അതിലേക്ക് ശരിക്കും ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ്, ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ടിൽറ്റ് ആൻഡ് റീച്ച് അഡ്ജസ്റ്റബിൾ ഫോർ സ്റ്റിയറിംഗ് വീൽ, ഇലക്ട്രിക് മിറേഴ്സ്, റിയർ പാർക്ക് ഡിസ്റ്റൻസ് കൺട്രോൾ, പിന്നെ ഫുൾ LED ലൈറ്റുകളാണ് പിന്നെ വന്നിരിക്കുന്നത്. ഇതെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. തൊട്ടടുത്ത് വരുന്നത് സിഗ്നേച്ചറാണ്. സിഗ്നേച്ചറിലേക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അത് ശരിക്കും ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്, ക്രൂയിസ് കൺട്രോൾ വന്നിട്ടുണ്ട്, 16 ഇഞ്ച് വലിപ്പത്തിലുള്ള അലോയ് വീലാണ് അതിനകത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ വയേർഡ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവ നൽകിയിരിക്കുന്നു. കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് ശരിക്കും സെക്കൻഡ് വേരിയൻറ്റിൽ പോലും എത്തുന്നത്. USB ചാർജ് സോക്കറ്റുകൾ നൽകിയിരിക്കുന്നു. 17.7 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 7 ഇഞ്ച് വലിപ്പത്തിലുള്ള സ്കോഡ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. മൾട്ടി ഫങ്ഷണൽ സ്റ്റിയറിംഗ് വീൽ ഉണ്ട്, അഡ്ജസ്റ്റബിൾ റിയർ AC വെൻറ്റുകൾ എന്നിവയെല്ലാം തന്നെ അതായത് ബേസ് വേരിയൻറ്റിന് തൊട്ട് മുകളിലുള്ള സിഗ്നേച്ചർ വേരിയൻറ്റിൽ നൽകിയിരിക്കുന്നു. താഴെ നിന്ന് നോക്കുമ്പോൾ മൂന്നാമത്തെ ഉയർന്ന വേരിയൻ്റാണ് സിഗ്നേച്ചർ പ്ലസ്. സിഗ്നേച്ചർ പ്ലസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു വേരിയൻ്റ് ആണെന്ന് തന്നെ പറയും. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്കെല്ലാം വന്നിട്ടുണ്ട്. തൊട്ട് മുന്നേയുള്ള 2 വേരിയൻറ്റുകളിൽ പോലും ഒരു സാധാരണ മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതൊരു ശരിക്കും വാല്യൂ ഫോർ മണി, അത് മിഡ് വേരിയൻ്റ് ആണെന്നാണ് അവർ പറയുന്നത്. അതിനകത്തേക്ക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വന്നിരിക്കുന്നു. പിന്നെ 25.6 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള സ്കോഡ ടച്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ട്രിമ്മിലേക്ക് എത്തുന്നത് 20.32 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 8 ഇഞ്ച് വലിപ്പത്തിലുള്ള വിർച്വൽ കോക്പിറ്റ് ആണ്. മറ്റൊന്ന് ഇതിനകത്തേക്ക് റിയർ വ്യൂ ക്യാമറ വരുന്നുണ്ട്, ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം വന്നിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് വന്നിരിക്കുന്നു, ഹിൽ ഹോൾഡ് കൺട്രോൾ വന്നിരിക്കുന്നു. അതേപോലെ തന്നെ ബാംബൂ ഫൈബർ ഇൻഫ്യൂസ്ഡ് ഡാഷ്ബോർഡ് പാഡാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാവുന്ന എക്സ്റ്റീരിയർ മിറർ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് സിഗ്നേച്ചർ പ്ലസ്സിൽ വന്നിരിക്കുന്നത്. ഇതിന് പറയാനുള്ളത് ഇതിൻ്റെ ഏറ്റവും ഉയർന്ന പിന്നെ വേരിയൻ്റ്, അതിൻ്റെ വിലയാണ് 14,40,000 രൂപ എക്സ് ഷോറൂം എന്ന് പറഞ്ഞത്. അതെന്ന് പറഞ്ഞാൽ പ്രസ്റ്റീജ് ആണ്. പ്രസ്റ്റീജ് ടോപ്പ് ഓഫ് ദ ലൈൻ പ്രസ്റ്റീജ് വേരിയൻ്റ് ആണ്. അത് കൈലാക്കിൽ ശരിക്കും തങ്ങളുടെ SUVയിൽ എല്ലാ ഫീച്ചേഴ്സും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്തേക്ക് മാത്രമാണ് ഇലക്ട്രിക് സൺറൂഫ് എത്തുന്നത്. പിന്നെ ഡ്യുവൽ ടോൺ അലോയ് വീൽ എത്തുന്നു. അത് 17 ഇഞ്ച് വലിപ്പത്തിലാണ്. ഓട്ടോ ഹെഡ് ലാംപ്സും വൈപ്പേഴ്സും എല്ലാം വന്നിരിക്കുന്നു. LED ഫോഗ് ലാമ്പ് വന്നിരിക്കുന്നു. അതേപോലെ തന്നെ കോർണറിംഗ് ഫംഗ്ഷനോടുകൂടിയ LED ഫോഗ് ലാമ്പാണ് വന്നിരിക്കുന്നത്. സ്കോഡ ക്രിസ്റ്റലൈൻ LED പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ, ആംബിയൻ ലൈറ്റിംഗ്, ഇൻറ്റീരിയർ ആംബിയൻ ലൈറ്റിംഗ് വന്നിരിക്കുന്നു. ഇങ്ങനത്തെ ഒരുവിധം നമ്മൾ ലക്ഷറി ആഗ്രഹിക്കുന്ന ഒരു മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റായിട്ട് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഉയർന്ന വേരിയൻറ്റുകളിൽ മാത്രമാണ് 6 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവറുടെയും കോ ഡ്രൈവറുടെയും സീറ്റുകൾ വന്നിരിക്കുന്നത്. 4 വേരിയൻറ്റുകൾ, അതായത് ക്ലാസിക്കലും സിഗ്നേച്ചറിലും സിഗ്നേച്ചർ പ്ലസിലും പ്രസ്റ്റീജിലും ഓട്ടോമാറ്റിക് പതിപ്പും മാനുവൽ പതിപ്പും എത്തുന്നുവെങ്കിലും ഇതിൻ്റെ ഏറ്റവും ഉയർന്ന പതിപ്പായിട്ടുള്ള പ്രസ്റ്റീജിൽ അവർ ശരിക്കും സ്റ്റിയറിംഗ് മൗണ്ടഡ് പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാനുവലി നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് മാനുവലി ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് അതിനെ കാണാം. അതുപോലെ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ചിട്ടും ചെറിയ അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടും ഇൻറ്റീരിയറിനെ കുറിച്ചും എക്സ്റ്റീരിയറിനെ കുറിച്ചിട്ടും ഒക്കെ തന്നെ ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തതാണ് വാഹനത്തിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും. അപ്പോൾ ഏറ്റവും പുതിയ കാര്യങ്ങൾ മാത്രമാണ്, ഏറ്റവും ആവശ്യമായിട്ടുള്ളത് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്കോഡ കൈലാക്കിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തു, ഏറ്റവും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അതിൻ്റെ വേരിയൻറ്റുകളെക്കുറിച്ചും വിലയെക്കുറിച്ചും ലിമിറ്റഡ് ടൈം ഓഫറിനെ കുറിച്ചിട്ടും ഒക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തായാലും 4 മണിക്ക് ഇതിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ആവുകയാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് ഇത്. വിശദമായിട്ട് സ്കോഡ കൈലാക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ മറ്റ് വീഡിയോകൾ കാണുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.